ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ പേമാരിയിലും തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും തൊടുപുഴയ്ക്കടുത്ത് നങ്ങ്യാർതൊടി കുടിയേറ്റ കോളനി ആകെ നശിച്ചുപോയി. പരിസര പ്രദേശങ്ങളാകെ വെള്ളത്തിൽ മുങ്ങി. പാടശേഖരങ്ങളും വൻമരങ്ങളും കുത്തിയൊഴുകിയ വെള്ളത്തിൽ ഒലിച്ചുപോയി. മലയിടിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു. 100-ലേറെ പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. മൃതദേഹങ്ങൾക്കും നാശാവശിഷ്ടങ്ങൾക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഈ സമയത്തും തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട കോളനി നിവാസികൾക്ക് അടിയന്തര സഹായം എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പ്രസ്താവിച്ചു. നിസ്സഹായരായി പ്രത്യാശയത്തിൽ നിൽക്കുന്ന നിങ്ങളെക്കുറിച്ച് നമ്മുടെ സർക്കാരിന് അഗാധമായ ദുഃഖമുണ്ട്. ഈ ക്യാമ്പ് താൽക്കാലികമാണെന്ന് അറിയാമല്ലോ. എന്നാലും ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നിങ്ങളെ സഹായിക്കുവാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. 100 കണക്കിനടി ആഴത്തിൽ ഇവിടെ മണ്ണിളകി പോയിട്ടുണ്ട്. സമീപഭാവിയിൽ ഒരു പുനരധിവാസം ഇവിടെ സാധ്യമല്ല. അടുത്തുള്ള അധിവാസയോഗ്യങ്ങളായ സ്ഥലങ്ങളെല്ലാം വിവിധ കോളനികൾക്കായി പതിച്ചു കൊടുത്തു പോയതാണ്. നിങ്ങളെ മാറ്റി താമസിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും അടുത്ത സ്ഥലം ഇവിടെ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള കണിയാൻ കുന്നിലെ പുറമ്പോക്ക് താഴ്വരയാണ്. ആ സ്ഥലം ഗവൺമെന്റ് നിങ്ങളുടെ പേരിൽ പതിച്ചു തരും. അവിടെ എത്തിച്ചേർന്നാൽ വീടുകൾ വയ്ക്കുവാനും കൃഷി ഇറക്കാനുമുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകും. അവശേഷിക്കുന്ന സ്വത്ത് സമ്പാദ്യങ്ങളും കന്നുമാടുകളുമായി നിങ്ങൾ ഉടനെ പുറപ്പെടണം. നിങ്ങളിൽ ഒരാൾ ആ യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ മുന്നോട്ട് വരണം. ഞങ്ങൾ ഇവിടം വിട്ട് എവിടേക്കുമില്ല. ഒരു ചെറുനാമ്പ് പോലും കിളിർക്കാനിടയില്ലാത്ത ഈ മണ്ണിൽ കടിച്ചു തൂങ്ങുന്നത് വെറുതെയാണ്. നാളെയെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇവിടം കൊണ്ട് തീർന്നു സാറേ. ആ ചിന്ത തെറ്റാണ്. നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതാണ് നേടാനുള്ളതെന്ന പ്രത്യാശ. അതാണ് ഏറ്റവും വലിയ ബലം. അതുണ്ടെങ്കിലേ മനുഷ്യനും നാടും ദുരന്തങ്ങളെ അതിജീവിക്കും. സാറന്മാര് പറഞ്ഞത് ശരിയാണ്. ദൈവവിധിയാണ് സംഭവിച്ചത്. നമ്മൾ ഇവിടെ വിട്ടു പോയേ മതിയാവും. ഈ മലമ്പ്രദേശം 100 മേനി വിളയുന്ന ഭൂമിയാക്കി മാറ്റിയ നിങ്ങൾക്ക് തീർച്ചയായും കണിയാൻ കുന്നിന്റെ താഴ്വര പൊന്നു വിളയുന്ന ഭൂമിയാക്കി മാറ്റാൻ കഴിയും. ഞങ്ങൾ തയ്യാറാണ് സാർ. പാപ്പിമോനെ എന്താ വെള്ളം തിളച്ചോ? തിളച്ചോണ്ടിരിക്കുന്നു.
ഞങ്ങൾ ഇവിടെ പോയി കിടക്കുക ആ കിളവിയെ നോക്കി കിടക്കുന്നതാണ് എന്റെ ജോലി. അമ്മച്ചി എന്ന് അന്വേഷിക്കും. എളുപ്പം നടക്കും. ഈ ഇല്ല യവൻ എവിടെ പോയി കിടക്കായിരുന്നു തീ കത്തിക്കാൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ തന്നെ ഉണ്ടല്ലോ കറിയ. അവനെ കൊണ്ട് കത്തിക്കാം. എലിത്തള്ളേ കുറച്ചുകൂടെ അത് മതി. തള്ളയ്ക്ക് ഒരു ആവശ്യം വന്നാ ഞാനേ ഉള്ളേ. എന്നാ ഒരു വലിയ ഇങ്ങോട്ട് കൊണ്ടുവാ. തിന്നാൻ നേരത്തെ പാത്രം പൊക്കി പിടിച്ചോണ്ട് വന്നു. മാത്രമല്ലാതെ ജോലി ചെയ്യാനൊട്ട് കാണത്തൂല്ല. അതുകൊണ്ടൊന്നും പറയിക്കരുത്. അങ്ങോട്ട് മാറിയിരുന്നു. നീ എന്തിനാ വന്നത്? ഞാൻ അങ്ങോട്ട് കൊണ്ടു ചേർന്ന് ഉറങ്ങല്ലേ? ഉണ്ടായോ? തള്ളണ്ട എല്ലാവർക്കും ഉണ്ട്. ആരും ഒരു സ്നേഹം കാണിക്കണം. ഇങ്ങോട്ടുണ്ടോ? എത്ര നാളെന്ന് കരുതിയാ? എല്ലാവർക്കും കൂടിയുള്ള വൈപ്പ് ഒരു പാത്രത്തിലേ വയ്യ. പട്ടിണി കിടന്നാലും വേണ്ടില്ല, അശേഷം വയ്യ. ഒഴിഞ്ഞ വയറിന്റെ മുമ്പില് ശുദ്ധിയും അയിത്തവും ജാതിയും മതവും ഒന്നുമില്ല തിരുമേനി. പട്ടിണി കിടന്ന് ചത്തോളൂ. ചോറാദ്യം വേണടാ. ഓ പിന്നെ ഈ കാട്ടിൽ ഇപ്പൊ കറി ആദ്യം വേണം. പിഞ്ഞാൻ ചോറ് അങ്ങോട്ട് കൊടുത്തേ. ചാടമില്ലേ? എടാ ബാപ്പിയേ, നമ്മുടെ ഹാജിയാർക്ക് കട്ടിയുള്ള കഷണങ്ങൾ നോക്കി വിളമ്പ്. ഇന്നിത്തിരി ക്ഷീണ സമയമാണെന്ന് കരുതി ആയ കാലത്ത് നല്ലവണ്ണം തിന്ന് ശീലമുള്ളതാ. കൊണ്ടുവാ. പുണ്ണിലിട്ട് കുത്താതടാ കുഞ്ഞുവർക്കി. അടുത്ത ഊഴം നിന്റേതല്ലെന്ന് ആരറിഞ്ഞു? അത് കേട്ട് ചിരിക്കാനും കുറെ പേര്. കാട്ടിലും മേട്ടിലും കൂടിയുള്ള ഈ യാത്ര ഇതെന്ന് എവിടെ ചെന്ന് എങ്ങനെ അവസാനിക്കുമോ എന്തോ. ഉരുളുപൊട്ടി എത്ര എണ്ണം മരിച്ചു എന്റെ കർത്താവേ. അതേടി, എന്നിട്ട് ആ കൂട്ടത്തിൽ ഞാനും ചത്തില്ലല്ലോന്ന്. ചത്തിരുന്ന് എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് നിനക്കിടന്ന് വിലസാമല്ലോ. ഓരോന്നിന്റെ മനസ്സിലിപ്പ് പുറത്തു വരുന്ന കണ്ടില്ലേ എന്റെ ദൈവം കർത്താവേ. വെള്ളം താ. ദൂടെ കഴിച്ചു മോളെ. ഉരുത്തം കേട്ടതേ, ഇവിടെ നിന്നാ നിനക്ക് കാര്യം? ആശ്രീകരം ഉണ്ണും നടത്താൻ എന്റെ വിളയാട്ടം. കളിക്കാൻ കണ്ട സ്ഥലേ കടന്നു പോവിടുന്നു. തനിക്കേ തട്ടിക്കേറാനാ തരിപ്പെങ്കിലും ഞാനിവിടെ ഉണ്ട്. ഇങ്ങോട്ട് പോര്. കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് കണ്ടിടൂ തന്റെ തുൽമ. ഇത്രയും കണ്ണീര് കുടിച്ചിട്ടും നിങ്ങളുടെ മനസ്സിലെ വിഷം ഇറങ്ങിയില്ലല്ലോ കൂട്ടരെ. എന്റെ പൊന്നമ്മയല്ലേ, രാവിലെ ഒന്നും കഴിച്ചില്ല. ഇതാ ഇത് കഴിക്ക്. 3 ഉരുള കഴിച്ചാ മതി. അമ്മയുടെ കുഞ്ഞുമോളല്ലേ തരുന്നത്. എന്റെ പൊന്നമ്മയല്ലേ. അമ്മേ, എന്റെ അമ്മയല്ലേ. ഇതുകൂടെ കഴിക്കൂ കുഞ്ഞോടമ്മേ, ഇല്ലെങ്കിൽ വിശക്കൂലേ. വിശ്വത്തും കഴിച്ചിട്ടില്ല.
നിന്റെ പങ്ക് വാങ്ങിയല്ലേ? എനിക്കല്ല, നിന്റെ അമ്മയുടെ പങ്ക് വാങ്ങിച്ചാണല്ലോ. അമ്മയ്ക്കുമല്ല, പിന്നെ വിശ്വട്ടനാ. എന്തോ അദ്ദേഹം ഇവിടെ വന്ന് വാങ്ങിച്ച കയ്യിലെ വളവൂരി പോവുമായിരിക്കും. പോട്ടും തച്ചുവേട്ടാ. പൂരപ്പര വെച്ചേ അങ്ങത്തമാർ അദ്ദേഹം ഇരിക്കുന്നിടത്തോണ്ടെന്ന് വിളമ്പുമായിരിക്കും. ഒരു വിശ്വേട്ടൻ. ഇനിയാ മോളെ പാത്രം. ആ കൊണ്ടു ആ ഒഴി കൊണ്ടു മോളെ വിവാത്തുവോ? സൂക്ഷിക്കണേ, നിറവയറാണ്, അതും കടിഞ്ഞൂല്. പാവം. അല്ലേ നിങ്ങൾ അവന് വിളമ്പിയ ശേഷം എനിക്ക് വിളമ്പുന്നതിന് സാരം തന്നാ അവന്റെ ഉച്ചസം ഞാൻ തിന്നോ? ആർക്കെങ്കിലും ഒരാൾക്കല്ലേടാ ആദ്യം വിളമ്പാൻ നോക്കൂ. വിളമ്പിക്കാ തളേ മോനും കൂടെ ഒറ്റയ്ക്ക് നക്കിക്കോ. ഓ പിന്നെ അതിന് നിന്റെ അനുവാദം ആർക്ക് വേടാ പട്ടി? കാല് പിടിക്കാൻ തൊഴിൽ വെച്ചോ? ഒന്നിന് രണ്ടായിട്ട് നീ തിരിച്ചു വാങ്ങിക്കും. കാണൂടാ. നിനക്ക് മാത്രമേ തെമ്മാടത്തിനെ കാണിക്കാൻ പറ്റത്തുള്ളൂ വിചാരിച്ചോടാ. എന്നാ ഒന്ന് പിടിയാ നീ നെകളിച്ചോടാ, അധിക പ്രസംഗങ്ങളെ നെകളിച്ചോ. അതും അന്നത്തിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് നെകളിച്ചോ, കുണം പിടിക്കും. ഓ എന്റെ ഏലി, നിന്റെ ഈ വിധിയാണൊരു വിധി. ആണോ? ആണെങ്കിലേ ഞാനങ്ങ് സഹിച്ചു. ഒരു സഹതാപക്കാരി. അയ്യോ, ഞാൻ പറഞ്ഞതിങ്ങ് എടുത്തേ. എടാ പാപ്പിമോനെ, എടാ കറിയാമോനെ, പരുന്നടാ മക്കളെ, വന്ന് ചോറ് തിന്ന്. വന്ന് ഊണ് കഴിക്കേ. ഓ നശിച്ച യാത്ര. ഇനി എത്ര ദിവസം ആ വണ്ടിയിലിരുന്ന് കുലുങ്ങി എരിങ്ങിയാലാണ് എന്റെ കർത്താവേ. ആ നങ്ങിയാർത്തോടിയിലെങ്ങാനുമായിരുന്നെ ആയുസ് എത്തി മരിക്കാവായിരുന്നു. അത്ര ദണ്ണമാണെങ്കിലേ അങ്ങോട്ട് തന്നെ തിരികെ ചെല്ല്. അതേടി, എന്നിട്ട് വേണം. നീ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. എന്നതാടാ ഒരു വശം കേട്ട? ഒന്നുമില്ല. ഇത്രയും നാളിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ അങ്ങ് ചോദിക്ക് ശിവ, ഒന്നുകൂടെ ചോദിക്ക്. ഏതാണ്ട് ഇടിവെട്ടാ നിന്ന് നേരത്താ ഇതിയാന്റെ മിന്ന് എന്റെ കഴുത്തേ വന്ന് വീണു. ഇതിനെപ്പോഴാണോ ഒരു വിമോചനം? അല്ലേ, നിങ്ങൾ അച്ഛനും മകനും തമ്മിൽ എന്താ ഇങ്ങനെ? എങ്ങനെ? ഒരാളുടെ നിഴല് കണ്ട മറ്റേ ആള് വലിയ. എന്തിനാ ഇങ്ങനൊരു അകൽച്ച? അകൽച്ചല്ല മറിയേ, വിധി. അവൻ ഓർമ്മ വെക്കുമ്പം ഞാൻ അങ്ങ് ലോറിത്താവളത്തിലാ. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരും, 2 ദിവസം, പിന്നെയും ഓട്ടം തന്നെ. ദാക്ഷായണിയായിരുന്നു ഇടയ്ക്കൊരു കണ്ണി. അവള് പോയപ്പോ അത് പറ്റും. തമാശയായിട്ടല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നത്. എനിക്കവളെ ഇഷ്ടമാണ്, സ്വന്തമാക്കണമെന്നുണ്ട്. ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. വിശ്വേട്ടനോട് എതിർക്കാൻ എനിക്ക് ധൈര്യമില്ല, അതിനുള്ള കഴിവുമില്ല എനിക്ക്. ദയവ് ചെയ്ത് ഞങ്ങളെ പിരിക്കരുത്.
അമ്മേ അമ്മേ, നമ്മുടെ കുഞ്ഞുമോള് അവളെ ശിവൻ ഇഷ്ടാണെന്ന് അമ്മ കേൾക്കുന്നുണ്ടോ? ഞാനവന് വാക്ക് കൊടുത്തു. അമ്മേ അമ്മേ. നിന്നെ പോലൊരുത്തനെ നൊന്ത് പറ്റതാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ ജയിലിൽ കിടന്ന് ചത്തു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആശ്വസിച്ചേനെ.